ഡിയേഴ്സ് നമ്മളിന്ന് പറയുന്നത് പി ജിയുടെ 2025 ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്കൃതിലെ അഡ്മിഷനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഈ 2025 ആപ്ലിക്കേഷനായിട്ട് ഇപ്പോൾ ഫോം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ വെബ്സൈറ്റ് ssus.ac.in എന്നുള്ള വെബ്സൈറ്റിലാണ്. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വന്നാൽ അഡ്മിഷൻ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോസ്പെക്ടസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. സോ നമ്മൾ ആദ്യത്തെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ന്യൂ രജിസ്ട്രേഷൻ്റെ ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്മുടെ പേരും പാരൻസിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തുള്ള ആ ഒരു രജിസ്ട്രേഷൻ, അത് നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും പറയണ പോലെ അത് പിന്നീട് നിങ്ങൾക്ക് തിരുത്തൽ പോസിബിൾ അല്ല. സോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഫോണിലേക്ക് ഒരു SMS വന്നാൽ അറിയുന്നതും അതുപോലെ തന്നെ ഒരു മെയിൽ വന്നാൽ റിസീവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചില ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ചില മെസ്സേജുകൾ നിങ്ങൾക്ക് SMS വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ നിങ്ങൾക്ക് അയക്കും. സോ ഒന്നിലധികം മെയിൽ ഐ ഡീസ് ഒക്കെ ഉള്ളവരെല്ലാം തന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡി തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളിത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് MA പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ 200, പിന്നെ SC ST ആണെങ്കിൽ 60 രൂപ, അങ്ങനെയൊക്കെയാണ് ഫീസ് വരുന്നത്. MFA മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട്. സോ അതിനൊക്കെ 500 രൂപ. അപ്പോൾ 200 മുതൽ 500 രൂപ വരെ, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഫീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. SC ST കാൻഡിഡേറ്റ്സിന് ഫീസ് ആപ്ലിക്കേഷൻ ഫീസിൽ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണതിന് മുമ്പ് തീർച്ചയായിട്ടും പ്രോസ്പെക്ടസ് ഒന്ന് വായിക്കുക. വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അക്കാദമിക് ഇയർ അവിടെ ഓൾറെഡി 2025-26 കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്ട്രീം ഇൻ വിച്ച് യു ആർ അപ്ലൈഡ് ഫോർ എന്നുള്ളതിന് സെലക്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്യുവൽ മാനേജ്മെൻറ്റ് മാസ്റ്റേഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏകദേശം ഒരു 4 പ്രോഗ്രാംസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ള ചോയ്സ് കാണിക്കും. പിന്നെ MSW ഉണ്ട്, MFA മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് വരുന്നുണ്ട്, MA പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്, അതുപോലെ MSc പ്രോഗ്രാംസ്, MPES നിങ്ങൾക്കറിയാമല്ലോ. MPES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് ആണ്, ആ പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ PG ഡിപ്ലോമ കോഴ്സുകൾ ഏകദേശം ഒരു 6ഓളം PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ട്രാൻസ്ലേഷൻ, ഹിന്ദി, വെൽനസ് ആൻഡ് സ്പാ മാനേജ്മെൻറ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, എത്തിക്സ് ഒക്കെ പോലുള്ള 6ഓളം പ്രോഗ്രാംസുകളും PG ഡിപ്ലോമ കോഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ പറയുന്ന അതിൽ ഏത് പ്രോഗ്രാംസ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിവതും നിങ്ങൾ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് നല്ലത്. കാരണം ഫോണിലാകുമ്പോൾ നമുക്ക് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ചിലപ്പോൾ അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടാവും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ, വീട്ടിലിരുന്ന് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഫോണിനെക്കാട്ടി നല്ലത് നിങ്ങൾ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ SSLCയുടെ നമ്മുടെ നമ്പർ, രജിസ്റ്റർ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് നോക്കി തന്നെ കൊടുക്കുക. ആധാർ നമ്പറും 2 പ്രാവശ്യം ചോദിക്കുന്നു. നിങ്ങൾക്കൊരു നമ്മളുടെ ഒരു ID ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും പിന്നെ അതുപോലെ തന്നെ മെയിൽ ID ഇവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്താൽ അതൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കുക കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. സോ അത് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പൊന്ന് റീസെറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും പറയുന്ന കാര്യമാണ്, ഈ രജിസ്ട്രേഷൻ പിന്നീട് നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. അത് ഏതൊരു അഡ്മിഷൻ്റെ ആപ്ലിക്കേഷനായിട്ടാണെങ്കിലും ഈ ഫസ്റ്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എല്ലാ ഡേറ്റാസും ക്ലിയർ ആണെന്ന് നോക്കിയിട്ട് മാത്രം സബ്മിറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ 27/4/2025 വരെയാണ് നിലവിൽ ഡേറ്റ് വന്നേക്കുന്നത്. ഇൻ കേസ് ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ വെബ്സൈറ്റിൽ വന്നിട്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കറിയാമല്ലോ, ഈ PG അഡ്മിഷൻ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. സോ എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലാണ് നമുക്കിവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടില്ല ലാസ്റ്റ് സെമ്മിൻ്റെ എങ്കിലും നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ ഒരു ടോട്ടൽ CGPAയോ അല്ലെങ്കിൽ മറ്റു മാർക്കുകളോ അഡ്മിഷന് വേണ്ടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കുന്നില്ല. അതിനായിട്ട് എടുക്കുന്നത് എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറാണ്. പക്ഷേ ഈ ഇന്ന കോഴ്സിന് ഇത്ര % ഓഫ് മാർക്ക് വേണം എന്നുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടല്ലോ, അതിനായിട്ട് നമ്മൾക്ക് ഈ ഒരു UGയിൽ നമ്മൾ പഠിച്ച ആ ഒരു ഇതിൻ്റെ മാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് അഡ്മിഷൻ്റെ സമയത്താണെങ്കിലും ഒരു പക്ഷേ ഹാജരാക്കിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സപ്ലിയൊക്കെ ഉണ്ടെങ്കിലും അഡ്മിഷൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ, അഡ്മിഷൻ ഇവിടെ 26/5/2025 പറഞ്ഞേക്കുന്നത്. സോ അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടൊക്കെ വരുവാണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ടൈമിൽ നിങ്ങൾ അത് ഹാജരാക്കിയാലും മതിയാവുന്നതാണ് കേട്ടോ. സാധാരണ കേസുകളിലൊക്കെ ഇങ്ങനെ എലിജിബിലിറ്റി ഉള്ളപ്പോൾ, അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും അലോട്ട്മെൻറ്റ് വരുന്നതിനും നമ്മുടെ ഈ ഒരു മാർക്ക് UGയുടെ മാർക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രോസ് ചെയ്യാനുള്ള ആ ഒരു മാർക്ക് നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് സാധാരണ കേസിൽ ഹാജരാക്കിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ 2/5/2025 9/5/2025 ഇടയ്ക്കാണ്. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ഇതിൽ ഏത് ദിവസമാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന പ്രോഗ്രാം അനുസരിച്ചിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് നമ്മൾക്ക് 17/5/2025 വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവർ മെയിൽ ID അതല്ലെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സോ അതിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 23/5/2025 പബ്ലിഷ് ചെയ്യും. ദെൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 26/5/2025 മുതൽ 27/5/2025 വരെയാണ്. ഇതൊരു താൽക്കാലിക ഷെഡ്യൂൾ ആയിരിക്കുള്ളൂ. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. റെഗുലറായിട്ട് എപ്പോഴും പറയണ പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വെറുതെ ഇട്ടിട്ട് പോകരുത്. ഇടയ്ക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും മെസ്സേജസോ ഇൻസ്ട്രക്ഷൻസോ ഉണ്ടോ എന്ന് നോക്കുക. മെയിലും അതുപോലെ തന്നെ SMS എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വന്നേക്കാം. സോ ആ ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. ദെൻ പ്രോസ്പെക്ടസ് എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടും ഈ ഓരോ പ്രോഗ്രാമുകൾ, ഇപ്പോൾ MA ആണെങ്കിൽ അതിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 19ഓളം പ്രോഗ്രാംസ് 19ഓളം MA പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കാലടി, പയ്യന്നൂർ, ട്രിവാൻഡ്രം അങ്ങനെ ഓരോ ക്യാമ്പസ് ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ കോഴ്സുകൾ എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും എത്ര ഇൻടേക്ക് ഉണ്ടെന്നൊക്കെ ഈ ഒരു പ്രോസ്പെക്ടസിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ MSc പ്രോഗ്രാമുകൾ 2 പ്രോഗ്രാമുകളാണ് MSc പ്രോഗ്രാം ഇവിടെ പറയുന്നത്. ജിയോഗ്രാഫി ആൻഡ് സൈക്കോളജി രണ്ടും കാലടിയിൽ അവൈലബിൾ ആണ്. സോ സീറ്റുകളും എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അതും ഇവിടെ സീറ്റുകളും അതുപോലെ തന്നെ ഏതൊക്കെ സെൻറ്ററിലാണ് RC തിരൂരും പയ്യന്നൂരും കാലടിയാണ് ഈ കോഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സെൻറ്റേഴ്സും ഇൻടേക്കും എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓരോ കോഴ്സുകളുടെയും എലിജിബിലിറ്റി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാം നമ്മളിങ്ങനെ പറയണ പോസിബിൾ അല്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ ഏതാണോ എന്ന് നോക്കിയിട്ട് ആ ഒരു ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ് എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആ ഒരു എങ്ങനെയാണ് ഈ ഒരു റാങ്ക് പ്രിപ്പയർഡ് ചെയ്യണത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ റൈറ്റൻ ടെസ്റ്റിൻ്റെ സിലബസ് അനുസരിച്ചിട്ട് ഓരോ കോഴ്സിൻ്റെയും സെപ്പറേറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ഉണ്ട്. ദെൻ അതിൻ്റെ സ്കോർ എടുക്കുന്നത് എഴുത്ത് പരീക്ഷയുടെ മാർക്കും ഗെയിമിൻ്റെ പ്രൊഫിഷ്യൻസി അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ട്. സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൂടി നോക്കിയിട്ടാണ് അവർ 100 മാർക്കിൽ എടുത്തിട്ട് അവർ ആ ഒരു അതിൻ്റെ ബേസിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ പ്രോസ്പെക്ടസിൽ 8ാമത്തെ പേജിൽ വന്നാൽ ഓരോ പ്രോഗ്രാംസിനെയും
ചെയ്യും. അപ്ലൈ ചെയ്യാനുള്ള ഫീസ് MA പ്രോഗ്രാം ആണെങ്കിൽ ജനറൽ കാറ്റഗറി അതിന് 200 രൂപയാണ്. OBC എല്ലാം തന്നെ ഈ ഒരു ഫീസ് തന്നെയായിരിക്കും കേട്ടോ. SC ST മാത്രം 60 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുള്ളൂ. അതുപോലെ MSc പ്രോഗ്രാം ആണെങ്കിൽ 220ഉം 75ഉം ആണ് നമുക്ക് ഫീസ് വരുന്നത്. അങ്ങനെ ഈ 8ാമത്തെ പേജിൽ വന്നാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിനും എത്രയാണ് ഫീസ് സ്ട്രക്ചർ ഇവിടെ കാണിച്ചേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ PG ഡിപ്ലോമ ഇൻ വെൽനസ് ആൻഡ് സ്പാ മാനേജ്മെൻറ്റിന് 500 വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ മെയിൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും ആപ്ലിക്കേഷൻ ഫീസ് 500 വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫൈൻ ആർട്സിൻ്റെ ആ ഒരു കോഴ്സിന് MFA കോഴ്സിനും നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് 500 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയാലും ഇല്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്ത് കിട്ടൂല, അത് നമ്മൾ കൊടുത്തത് തന്നെയാണ് കേട്ടോ. ഇനി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം വരുന്നത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്രേഡ് പോയിൻറ്റിംഗ് സിസ്റ്റമൊക്കെ അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. അതുപോലെ ഇപ്പോൾ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിൽ എന്തൊക്കെ ഇതാണ് കാര്യങ്ങളാണ് ജനറൽ സബ്ജക്റ്റ് ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ ഈ പ്രോഗ്രാംസിൽ വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, അതിന് മുമ്പ് ഫീസ് സ്ട്രക്ചർ ഉണ്ട്. ഫീസ് സ്ട്രക്ചർ ഓരോ പ്രോഗ്രാമിനും എങ്ങനെയാണ്, ചില ഫീസ് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ചേരുമ്പോൾ മാത്രം കൊടുത്താൽ മതിയാവുന്ന ഫീസുകളാണ്. ചില ഫീസുകൾ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ ഇതുപോലെ ചില സ്പെഷ്യൽ ഫീസ് പോലുള്ള ഫീസുകൾ നമ്മൾ എല്ലാ വർഷവും അല്ലെങ്കിൽ എങ്ങനെയാണോ ഇപ്പോൾ ഇവിടെ ഓരോ വർഷത്തെ കണക്കാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ MA പ്രോഗ്രാംസ് ആണെങ്കിൽ 1500 ട്യൂഷൻ ഫീസ് വരുന്നത്. MSc പ്രോഗ്രാമിന് 1650 വരുന്നുണ്ട്. അതുപോലെ തന്നെ MSW പ്രോഗ്രാമിന് MA അതിൽ തന്നെ ചില പ്രോഗ്രാമിന് അതുപോലെ തന്നെ MSW പ്രോഗ്രാമിനും 7500 ഫീസ് വരുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് 22,000 പെർ ഇയർ ഫീസ് വരുന്നുണ്ട്. MFA പ്രോഗ്രാമിന് 16,000ഉം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡ്യുവൽ പ്രോഗ്രാംസ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിന് 40,000ഉം പെർ ഇയർ ഫീസ് നമ്മൾക്ക് വരുന്നുണ്ട് ട്യൂഷൻ ഫീസ് ഇനത്തിൽ. പിന്നെ ചിലതെല്ലാം തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൊടുത്താൽ മതിയാവുന്ന ഫീസുകളാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. പേജ് നമ്പർ ഈ ഒരു 14-15 ഈ ഒരു ഫീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് കിടക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. പിന്നെ നമുക്കറിയാമല്ലോ, SC ST കാൻഡിഡേറ്റ്സിന് നമ്മൾക്ക് ട്യൂഷൻ ഫീസ് ഒന്നും ഉണ്ടാവില്ല. ചില ഫീസുകൾ മാത്രം SC ST കാൻഡിഡേറ്റ്സിന് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ SC ST ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ ഹാജരാക്കണം. അതുപോലെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത്, കാരണം ഇത് എൻട്രൻസ് എക്സാം ഉള്ളതാണ്. സോ ക്ലിയർ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ സമയം തരുമെന്നൊന്നും അറിയില്ല. അത് റിജക്റ്റ് ചെയ്യാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്ന ഫോമാറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇത്ര ഇത് പാടുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് സിഗ്നേച്ചറും ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പലതും അപ്ലോഡ് ചെയ്തേക്കണേ കൊണ്ട് നിങ്ങളുടെ കയ്യിൽ PDF ആയിട്ട് ഉണ്ടാവും, മറ്റു ആപ്ലിക്കേഷനൊക്കെ കൊടുത്തേക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് ആ ഒരു പ്ലേസിൽ കൊടുക്കുക. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് കൊടുക്കുക. പിന്നെ റാങ്ക് ലിസ്റ്റ് ഇടുന്നതിനെ പറ്റിയിട്ടാണ്. സോ നമ്മൾക്കറിയാം, എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിട്ട് അതിൻ്റെ ബേസിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. സോ ആ ഒരു റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ നമുക്ക് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുമോ, അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻസ് ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. സോ പ്രത്യേകിച്ചൊരു ഓപ്ഷൻ കൊടുക്കാൻ സമയം ഉണ്ടാവില്ല. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും വരിക, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ളത്. സോ അത് നിങ്ങൾ വെബ്സൈറ്റിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ എക്സാമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പേജ് നമ്പർ 17-18 പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയാണ് എക്സാം സെൻറ്ററിനെ പറ്റിയിട്ടും ആൻസർ ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്ന് പറ്റിയിട്ടും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. ഓരോ ഇതിൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ എഴുത്ത് പരീക്ഷയുടെ മാർക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് MA പ്രോഗ്രാംസിന് എഴുത്ത് പരീക്ഷയായിരിക്കുള്ളൂ. മറ്റു കോഴ്സുകൾക്ക് MA പ്രോഗ്രാമിൽ തന്നെ ഡാൻസോ ഭരതനാട്യമോ അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾക്ക് നമുക്കറിയാമല്ലോ, കുറച്ച് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്കിൽസൊക്കെ അവർ നോക്കും. സോ അതൊക്കെ അനുസരിച്ചിട്ടാണ് മാർക്ക് അവർ 100ലേക്കാക്കി ഇടുന്നത് കേട്ടോ. ഇനി ഷെഡ്യൂൾ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് റാങ്ക് പബ്ലിഷ് ഓക്കെ ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. നമുക്ക് ഇപ്പോൾ നിലവിൽ
ലാസ്റ്റ് ഡേറ്റ് 16/4/2025 ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഡേറ്റ് അവർ നീട്ടിയിട്ടായിരിക്കും ആ ഒരു ഡേറ്റ് അവർ തന്നേക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഡേറ്റാണ് കറക്റ്റ് വന്നേക്കുന്നത് കേട്ടോ. കാരണം പ്രോസ്പെക്ടസ് അവർ ആദ്യം കൊടുത്തിട്ട് പിന്നീട് നോട്ടിഫിക്കേഷനിൽ തിരുത്തി വന്നേക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് നോക്കി ഡേറ്റുകളൊക്കെ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസ്പെക്ടസ്. നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടും എന്നുള്ളത് മനസ്സിലായല്ലോ. വെബ്സൈറ്റിൽ വരാം, അതിനുശേഷം നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.